ചേട്ടാ ഈ KJP ഉണ്ടല്ലോ, കേരളത്തിലെ BJP നമ്മൾ പറയുമല്ലോ, KJP എന്നല്ലേ പറഞ്ഞത്. അത് മൊത്തം അടിമുടി അഴിച്ച് പണിയാൻ പോവുകയാണെന്നൊക്കെ കേൾക്കുന്നത്. ഈ പഴയ ആക്രിയൊക്കെ എടുത്ത് കളയാൻ പോകണമെന്നൊക്കെ കേൾക്കുന്നത്. എന്ത് പുതിയ സംഭവങ്ങൾ? അതായത് ആക്രി എടുത്ത് കളയാൻ പോകണമെന്ന് പറയുന്നത് വിജയ് പറഞ്ഞത് കറക്റ്റാണ്. ആക്രികളെ പറക്കി കളയാൻ പോവുകയാണ്. അതായത് സുരേന്ദ്രൻ ഏറ്റവും മുതിർന്ന ആക്രി, ഏറ്റവും വലിയ ആക്രി. രണ്ടാമത്തെ ആക്രി ചേട്ടൻ V മുരളീധരൻ. പിന്നെ മൂന്നാമത് പാലക്കാട് ഒരു ആക്രിയുണ്ട്, സുരേന്ദ്രനേക്കാൾ മൂത്തതാണ് C കൃഷ്ണകുമാർ. അപ്പോൾ ഈ C കൃഷ്ണകുമാർ പാലക്കാട് മത്സരിച്ചപ്പോൾ നമ്മൾ റിപ്പോർട്ടൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. C കൃഷ്ണകുമാർ കൊട്ടാര സഹിതമായ ഒരു വീടൊക്കെ ഉള്ള ആളാണ്. കൊട്ടാര സഹിതമായ വീടും ഭയങ്കര രാജാവാ പാലക്കാട്ടത്തെ. ഭാര്യ വരെ രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ വരെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ പറയാൻ വന്നത്, രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവ് ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തിന് വെറുതെ അല്ല അമിത്ഷായും മോദിയും അവിടെ നിന്ന് ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. അദ്ദേഹം ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പണിമുടക്കിനെ പറ്റി പറഞ്ഞിരുന്നു, കേട്ട് കാണാം. അതായത് കേരളത്തിൽ പണി കൊടുക്കേണ്ട നയമാണ് കൊണ്ടുവരേണ്ടത്, ജോലി കൊടുക്കേണ്ട പണി മുടക്കേണ്ട നയമല്ല എന്ന് പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന്റെ വീക്ഷണമാണത്. ഒരാളുടെ മൈൻഡ്, തോട്ട്, വ്യൂ ഒക്കെയാണ് പറയുന്നത്. ഈ CPM-കാരുടെ ഈ ഇതുണ്ടല്ലോ, ഈ എന്താ പറയാ, ഇവിടെ ഒറ്റ MSME ഇവിടെ ഇല്ല, എല്ലാത്തിനും പറപ്പിക്കില്ലേ ഇവന്മാര്. അതൊക്കെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാ. തീർച്ചയായിട്ടും. അപ്പൊ പണി മുടക്കാനേ CPM-മാര് നോക്കുള്ളൂ. അപ്പൊ ഏതായാലും രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആക്രികളൊക്കെ പറക്കി കളയും. കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ പുതിയ ഭാരവാഹികളുടെ നിർണയം വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു മാധ്യമത്തിനും പിടികിട്ടാതിരുന്നു ആരാകും എന്നുള്ളത്. ഒരു വേള എല്ലാവരും വിചാരിച്ചു ശോഭാ സുരേന്ദ്രൻ ആകുമെന്ന് വിചാരിച്ചു. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ആകുമെന്ന് പറഞ്ഞെങ്കിലും തെറ്റില്ലായിരുന്നു. കാര്യം അവരെ പോലൊരു ക്രൗഡ് പുള്ളറായ ഒരു BJP നേതാവ് ഇന്ന് കേരളത്തിലില്ല. അവർ വളരെ അഗ്രസീവാണ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് എടുത്ത് പറയാനുള്ള, ഒരു തെറ്റായിട്ട് എല്ലാവർക്കും പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, V മുരളീധരൻ, C കൃഷ്ണകുമാർ, പിന്നെ സുരേന്ദ്രൻ, ഇങ്ങനെ ഒരു മൂവർ സംഘത്തെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വം അച്ചടക്ക നടപടിയുടെ ഭാഗമായി വെട്ടി നിരത്താൻ പോകുന്നു എന്നൊരു വാർത്തയാണ്. അച്ചടക്ക നടപടി, ഇവർക്കൊക്കെ ഒരു അച്ചടക്ക നടപടി. അച്ചടക്ക നടപടി എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്നറിയും. ഈ കാലാകാലങ്ങളായിട്ട് ഇവിടെ BJP എത്രയോ തിരഞ്ഞെടുപ്പുകൾ, ഇപ്പം വിജയുടെ ഒരു അറിവ് വെച്ചിട്ട് വിജയ് കുറച്ചെങ്കിലും തിരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുക. എൻ്റെ അറിവ് വെച്ച് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് 80 നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഗ്രഹിക്കുന്ന കാലം മുതൽ. അപ്പോൾ ഒരു 5ാം ക്ലാസ് മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് BJP ഒരു അപഹാസ്യ കഥാപാത്രമാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അപഹാസ്യനൊക്കെ തോക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാണ് നമ്മൾ പരിഹസിച്ച് വിട്ടിരുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ എത്രയോ മാറി ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ വരെ അവർ അത്ര അഗ്രസീവായതിൻ്റെ കാരണം എന്താണെന്നറിയോ? കാലാകാലങ്ങളായി ഈ BJP സ്ഥാനാർത്ഥികൾ വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കുറെ ഫണ്ട് ഇവിടെ വരും. ഈ ഫണ്ട് വെട്ടി പോക്കറ്റിലാക്കും. നമ്മൾ കേട്ട് തഴമ്പിച്ച കുറെ സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. ഒരു പ്രാവശ്യം ഒരാൾ ഇവിടെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ ആൾ വേറൊരിടത്തായിരിക്കും. അങ്ങനെ കുറെ എണ്ണത്തിനെ മാറ്റി പ്ലേസ് ചെയ്തുള്ള കളികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതായത് പേര് ഞാൻ പറയുന്നില്ല, പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. പലരെയും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരും അതിലുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഏതായാലും അതിരിക്കുമ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കെല്ലാം ഫണ്ട് വരും. ഇവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരും. അടുത്ത 4 കൊല്ലം വരെ ഇത് പോക്കറ്റ് വെച്ച് ചിലവാക്കാനുള്ള കാശ് വരും. ഇപ്പൊ കുടകര കോഴിപ്പട കേസ് തന്നെ അറിയാമല്ലോ. അത് ഇവിടെ ചിലവാക്കാൻ വേണ്ടി വന്ന കാശാണ്, തിരഞ്ഞെടുപ്പിന് ചിലവാക്കാൻ വേണ്ടി വന്ന കാശാണ്, കണക്കിപ്പെടാത്ത കള്ളപ്പണമാണ്. ഈ കൊടകരയിൽ വന്നിരുന്നത് കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കാലാകാലങ്ങളിൽ നിന്നൊരു ഫണ്ട് കിട്ടും. അപ്പോൾ ഈ ഫണ്ട് അടുത്ത വർഷം വരെ വെച്ചെങ്കിൽ ചിലവാക്കാം, സ്ഥാനാർത്ഥിക്കും അതിന് ഈ ഒരു ഇലക്ഷൻ വരുമ്പോൾ നിയന്ത്രിക്കുന്ന ആൾക്കും. അപ്പോൾ ഇവിടെ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വ്യൂ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന നിബന്ധന, നിങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കുഴൽപ്പണത്തിന്റെ കാര്യം കൂടുതൽ വ്യക്തമാക്കാം. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നിയമസഭയാണ് സുരേന്ദ്രന് ഈ പറയുന്ന പോലെ കൊടകര അവിടെ ഈ കുഴൽപ്പണം ചാക്കിൽ സുരേന്ദ്രൻ, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സതീശൻ എന്ന് പറഞ്ഞിട്ട് ഓഫീസ് സെക്രട്ടറി ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതെല്ലാം വെളിവാക്കുന്നത്. ഇങ്ങനെ കുഴൽപ്പണം അവിടെ വന്നെന്നും സുരേന്ദ്രൻ തലേദിവസോടെ ഓഫീസിൽ വന്നിരുന്നെന്നും അതിനുശേഷമാണ് ഇങ്ങനെ പണം വന്നെന്നും ഇതൊക്കെ കിട്ടാത്തവരാണ് ഇതെല്ലാം വിളിച്ച് പറയുന്നത്. ചിലപ്പോൾ ഈ ഞങ്ങൾ സതീശന്റെ അഭിമുഖം എടുക്കാൻ പോയിട്ടുണ്ട്. ഈ പണം വരുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഇപ്പോഴും ആ കേസ് പറയുന്നില്ലല്ലോ, ED അന്വേഷണം. എന്നാലും ഇത് കേന്ദ്രത്തിന്റെ അറിവോടെയൊക്കെ വരുള്ളൂ. കാര്യം BJPക്കൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫണ്ടുള്ള പാർട്ടി BJP അല്ലേ. അത് കണക്കിൽപ്പെടാത്ത പണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഇവർക്ക് അറിയാത്തതൊന്നുമല്ല. ED അന്വേഷണം പോലും ഇവിടെ നിന്ന് വന്നില്ലല്ലോ, ED അന്വേഷണം പോലും അത് എത്തിയിട്ടില്ലല്ലോ, ആ പണത്തെ കുറിച്ച് പറയുന്നതേ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, കാലാകാലങ്ങളായി ഇങ്ങനെ ഫണ്ട് വരും. ആ ഫണ്ട് അടുത്തത് വരെ ഈ ഇലക്ഷൻ നിയന്ത്രിക്കുന്നവനും സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഒരു സംഘം അതുവരെ ഈ കാശ് വെച്ച് കളിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, രാജീവ് ചന്ദ്രശേഖരനെ ആക്കുന്നു. അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വം പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം വരുന്നതിന് മുമ്പ് സുരേന്ദ്രനും V മുരളീധരനും കൃഷ്ണകുമാറും അടങ്ങുന്ന ഒരു സംഘമാണ്
ഇവിടെ നിയന്ത്രിച്ചിരുന്നത്. ഈ മൂവരെയും ഇപ്പൊ അദ്ദേഹം വന്ന ശേഷമുള്ള സംസ്ഥാന നേതൃത്വത്തിൽ വിളിച്ചിട്ടില്ല. പിന്നെ നമ്മൾ സംസ്ഥാന നേതൃയോഗത്തിൽ വിളിച്ചിട്ടില്ല. അവിടെ മുതൽ അവർ തഴയപ്പെട്ടു തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് പരിപൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്തെന്നറിയാൻ ചെയ്യാൻ തുടങ്ങിയത്, ഇവരിവിടുന്ന് നേരെ കേന്ദ്രത്തിന് കത്ത് വഹിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് ഞങ്ങൾ ഇതാ ഇങ്ങനെയായിട്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കണം. കേന്ദ്രം കേട്ട പാട് പോലും കാണിച്ചില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയി ചെയ്തോന്നു പറഞ്ഞു. ഇവിടെ നിലമ്പൂർ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് സ്ഥാനാർത്ഥി നിർത്തണമെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞതാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഞങ്ങൾ അടുത്ത കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പഞ്ചായത്തിലേക്കാണ്. 200 സീറ്റെങ്കിലും പഞ്ചായത്തുകളിൽ അവർ പിടിക്കണമെന്നാണ് അവരുടെ തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷൻ തുടങ്ങി തൃശ്ശൂർ കോർപ്പറേഷൻ വരെ 5 കോർപ്പറേഷൻ കൊണ്ടുവരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റ് കിട്ടിയ ഭരണം വരും. ഇപ്പൊ ഏതാണ്ട് 30-നടുത്ത് സീറ്റ് വരെ അവർക്കുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ നേമം, വട്ടിയൂർക്കാവൊക്കെ തുടങ്ങിയ സ്ഥലങ്ങളിൽ പൊട്ടൻഷ്യലാണ് അവർക്ക്. മനസ്സിലായി? വട്ടിയൂർക്കാവൊക്കെ അവർക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വോട്ട് കുറെ മറിയാനും ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവിലേക്ക് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നേമം ഭയങ്കര പൊട്ടൻഷ്യലാണ്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത്, ഈ 3 പേരെയും വിളിച്ചിട്ടില്ല. ഈ കൃഷ്ണകുമാർ എന്ന നേതാവ് പാലക്കാട് ഏത് ഇലക്ഷൻ വന്നാലും കൃഷ്ണകുമാർ മാത്രമേ സ്ഥാനാർത്ഥിയുള്ളൂ. മനസ്സിലായില്ലേ? ഈ സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഏത് മത്സരം വന്നാലും കൃഷ്ണകുമാറേ. പാലക്കാട് കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. എന്നിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്താ ജയിക്കാൻ പറ്റാത്ത? 18,000 വോട്ടിനാണ് അവർ ആരോട് തോറ്റത്? രാഹുൽ മാങ്കൂട്ടത്തിനോട്. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞൊരു നേതാവിനെ ഇവരെന്താ പൊങ്ങി വരാൻ സമ്മതിക്കാത്തത്? സന്ദീപ് വാര്യർ വളരെ നല്ല വൈബ്രന്റ് ആയ ഒരു നേതാവാണ്. അസൂയയാണ് പൊങ്ങി വരുന്ന ഒരു കഴിവുള്ള ഒരു വയനാട്ടിലൊക്കെ ആദിവാസി സമൂഹമായിട്ട് ബന്ധപ്പെട്ട വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം സന്ദീപ് വാര്യര് ഡിബേറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ ബ്ലാ 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 പറയുന്ന ആളല്ല. അല്ല, ഒരു വാഗ്മി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പ്രവർത്തകൻ എന്നുള്ള രീതിയിലും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പോ ചായക്കടയിലെ ചർച്ച എന്നൊക്കെ തമാശയ്ക്ക് നമ്മൾ പറയൂലേ, രാഷ്ട്രീയം പറയും. അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിൽ നിന്നിട്ടുള്ള ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരേക്ക് ഏറ്റവും കൂടുതൽ താറടിച്ചത് ഇവരാണ്. ഈ വി മുരളീധരൻ ഇത് പൊങ്ങി വരാൻ സമ്മതിക്കില്ല. ഏറ്റവും കൂടുതൽ ഹരാസ് ചെയ്തിട്ടുണ്ട്, മെന്റലി ഹരാസ് ചെയ്തിട്ടുണ്ട്. സന്ദീപ് വാര്യർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആളാണ്. ഈ പറയുന്ന പാർട്ടി തന്നെ ചെറുപ്പക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. RSS കാരനാണ്, പക്ക RSS കാരൻ. അദ്ദേഹത്തിനെ കോൺഗ്രസിലേക്ക് വഴിതെറ്റിച്ച് വിട്ടതിന്റെ കാരണക്കാരൻ ഈ പറയുന്ന സുരേന്ദ്രനും മുരളീധരനുമാണെന്ന് കേന്ദ്രം അന്നേ നോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞാൽ സന്ദീപ് വചസ്പതി, ശങ്കുട്ടിദാസ്, ശിവശങ്കർ തുടങ്ങിയവരൊക്കെ ശക്തമായ നിലപാട് BJPയുടെ നിലപാടുകൾ എടുത്തിരുന്ന നേതാക്കളാണ്. ഈ ശങ്കുട്ടിദാസ് ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്, അറിയാം. പറയുന്ന സന്ദീപ് വചസ്പതി അറിയാം, അയാൾ ഏഷ്യാനെറ്റ് ജോലി ചെയ്യുന്ന ആളാണ്. പിന്നെ ഈ ശിവശങ്കർ സാർ ഇവിടെ വന്നിരുന്ന നമ്മുടെ ചർച്ചയിൽ, നമ്മുടെ ഫോറിൽ വന്നിരുന്ന ആളാണ്. അപ്പൊ ഇവരെയൊക്കെ കൃത്യമായ നിലപാട് പറയുന്നവരെയൊക്കെ ഇവർ മാർക്ക് ചെയ്തു. ഇവരൊക്കെ ചാനൽ അവതാരകരെ വിറപ്പിച്ച് മറുപടി പറയുന്ന ആൾക്കാരാണ്. ഇത് ഈ സുരേന്ദ്രൻ അടങ്ങുന്ന സംഘം വിറപ്പിച്ചു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ ഈ സന്ദീപ് വാര്യരെ പോലെ ഇവർ പൊങ്ങി വരാൻ അനുവദിച്ചിട്ടില്ല. ശോഭാ സുരേന്ദ്രനെ ഒരു വേള ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ പാർട്ടി അവരെ വളരെ ഹൈപ്പ് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് മാത്രമല്ല, കേന്ദ്രത്തിന് ഭയങ്കര ഇഷ്ടമാണ് അവര് ഈ പറയുന്ന പോലെ ശോഭാ സുരേന്ദ്രന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ശോഭാ സുരേന്ദ്രനെ ആരാ കൊണ്ടുവന്നത്? ഈ പറയുന്ന MD രമേശാണ് കൊണ്ടുവന്നത്. MD രമേശ് വളരെ ഒരു സാത്വികനായ ഒരു RSS കാരനാണ്. ഞാനത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. MD രമേശ് നമ്മൾ ഒരു ട്രെയിൻ യാത്രയിൽ നമ്മൾ കാണുകയാണ്. ചില ജനപ്രതിനിധികൾ നമ്മൾ ട്രെയിൻ യാത്ര കണ്ടെന്ന് വെക്കുക, അതേ ഒന്നും സംസാരിക്കുന്നില്ല, മിണ്ടാതിരുന്ന് വായിക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കും. ചില നേതാക്കൾ അങ്ങനെയല്ല, നമ്മളെ പരിചയപ്പെടാൻ വരും. അങ്ങനെയൊക്കെയാണ്. ഈ MD രമേശാണ് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരുന്നത് പാർട്ടിയിലേക്ക്. അതുപോലെ സുരേന്ദ്രൻ വയനാട്ടിലൊരു റബ്ബർ തോട്ടത്തിലെ കാവൽക്കാരനായിരുന്നു. റബ്ബർ തോട്ടത്തിലെ വയനാട്ടിലെ റബ്ബർ തോട്ടത്തിലെയോ അങ്ങനെ ഏതോ ഒരു തടി ഡിപ്പോയിലോ കാവൽക്കാരന്റെ ജോലി ചെയ്യുന്ന സുരേന്ദ്രനെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. വൈബ്രന്റായ ഒരു പയ്യനല്ലേ എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. പിന്നീട് അദ്ദേഹം തലപ്പത്തേക്ക് വരുമ്പോൾ അറിയുന്നത് പോലുമില്ല രമേശിനെ. അപ്പൊ MD രമേശ് ശോഭാ സുരേന്ദ്രൻ അടങ്ങിയ ഒരു ടീമിനെ കൊണ്ടുവരികയാണ്. അപ്പൊ ശോഭാ സുരേന്ദ്രന്റെ കാര്യം നമ്മൾ പറയുമ്പോഴേ, ശോഭാ സുരേന്ദ്രനെ ഇവർ എവിടെയെല്ലാം മാറ്റിയിട്ടെന്ന് അറിയോ? ഈ കഴിഞ്ഞ തവണ കായംകുളത്ത് നിർത്തിയപ്പോൾ ഈ 2 ലക്ഷം വോട്ടാണ് അവർ പിടിച്ചത്. ആലപ്പുഴ ലോക്സഭയിൽ ഇട്ടപ്പോൾ KC വേണുഗോപാലിന്റെ തൊട്ട് താഴെ അവരുണ്ട്. KC ആയതുകൊണ്ടാണ് അവർ തോറ്റുപോയത്. ആരിഫാണ് CPMന്റെ 3ാം സ്ഥാനത്ത് പോയി സിറ്റിംഗ് MP ആയിരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ അവര് ഓരോ തവണയും ഓരോ സ്ഥലത്ത്, ഇപ്പൊ നമ്മളെ ഒരാൾ ഒരിടത്തിട്ട്, ഇപ്പൊ കഴക്കൂട്ടത്ത് ജയിച്ച നിന്ന് മത്സരിച്ച ഓർമ്മയുണ്ടല്ലോ, കടകംപള്ളി സുരേന്ദ്രൻ വെള്ളം കുടിക്കുകയാണ് ചെയ്തത് അല്ലേ? അപ്പൊ ജയിക്ക് മത്സരിച്ച് അറിയാലോ. ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന അവസാനത്തെ ഇലക്ഷനിൽ 8000 വോട്ടിന് മാത്രമേ ഉമ്മൻചാണ്ടിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ജയിക്ക് അവിടെ എത്ര കാലം മത്സരിച്ചാണ് മത്സരിച്ച് തെളിഞ്ഞാണ് വന്നത്. പക്ഷെ ചാണ്ടി ഉമ്മൻ വന്നപ്പോ പോയത് കാരണം നമ്മളന്ന് പറഞ്ഞിരുന്നു, മരിച്ച ഉമ്മൻചാണ്ടിയുമായിട്ടാണ് ജയിക്ക് അവിടെ മത്സരിച്ചത്, പരാജയപ്പെട്ടു. പക്ഷെ ഒരാൾക്ക് ഒരു സ്ഥലം, ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ വീണ്ടും കൊടുത്താലേ അവിടെ
പ്രവർത്തിച്ച് അവിടെ മികവ്, അദ്ദേഹത്തിന് അവിടെ ഒരു ആൾക്കാർക്ക് ഹോൾഡ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യം അങ്ങനെയാണ്. അദ്ദേഹം അവിടെ അദ്ദേഹം തൃശ്ശൂർ അങ്ങനെയാണ് ഇപ്പൊ ജയിച്ചു വന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു തവണ ആറ്റിങ്ങിൽ നിർത്തും, അടുത്ത തവണ കഴക്കൂട്ടത്തെടുത്തിടും നിയമസഭ വരുമ്പോൾ. ലോക്സഭ വരുമ്പോൾ ആറ്റിങ്ങിലാണെങ്കിൽ അടുത്ത നേരെ പാലക്കാടം കൊണ്ടിടും, അടുത്ത പിന്നെ വരുന്ന നേരെ ആലപ്പുഴ. അപ്പോൾ അവർക്ക് ഇപ്പോ വിജയ് ഇവിടെ പറഞ്ഞില്ലേ, ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരത്തില് കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് അറിയാം. അപ്പൊ ഗ്രൂപ്പിസത്തിന്റെ ഇരയായതുകൊണ്ട് ഈ ഗ്രൂപ്പിസം കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കണം. അപ്പൊ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് അത് എപ്പോഴും അങ്ങനെയാണ്. കാലാകാലങ്ങളിൽ ഒരു ഗ്രൂപ്പ് അടക്കി വാഴുമ്പോൾ ഈ അടക്കി വാഴുന്ന ഗ്രൂപ്പുകൾക്ക് നേരെ എതിരേറ്റ് നിശബ്ദരായി ഇരിക്കേണ്ടി വരുന്നവർ ഇവരങ്ങ് അടുത്ത മറ്റൊരാൾ വരുമ്പോൾ അവർ പൊങ്ങുമ്പോൾ ഇവർക്ക് താഴേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ഇന്നിപ്പോ ലിസ്റ്റ് ഏതാണ്ട് പുറത്തു വന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറി ആക്കുമ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പിസത്തിന്റെ ആൾക്കാരെ ഒക്കെ വെട്ടും. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ ഇപ്പൊ ഈ സംസ്ഥാന നേതൃയോഗത്തിൽ വിളിച്ചില്ല, ഇനി വരാൻ പോകുന്ന ജില്ലാ നേതൃയോഗത്തിലും വിളിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കെ സുരേന്ദ്രൻ, സി കൃഷ്ണകുമാർ, ബി സി സന്തോഷ്, ഇങ്ങനെ ഇവരെയൊക്കെ ഒന്നും ഇനി അടുപ്പിക്കാനുള്ള സാധ്യത ഇല്ല. അപ്പോ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോ പുതിയതായി കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ഷോൺ ജോർജ്, അനൂപ് ആന്റണി, അനൂപിന്റെ AK ആന്റണിയുടെ മകൻ അനൂപ് ആന്റണി, പിന്നെ ശോഭാ സുരേന്ദ്രൻ, സുരേഷ്, തിരുവനന്തപുരത്തെ നേതാവ് സുരേഷ്, ഇങ്ങനെയുള്ളവരുടെ പേരുകളൊക്കെയാണ് പുതിയതായി ജനറൽ സെക്രട്ടറിയെ വരാൻ പോകുന്നു എന്ന റൂമറുകൾ. സുരേഷ് അറിയാം, തിരുവനന്തപുരത്തുകാരനായ BJP നേതാവ്, നമ്മുടെ അവിടെയൊക്കെ മറ്റൊരു തോറ്റ. അപ്പൊ ഏതായാലും അഡ്വക്കേറ്റ് സുരേഷ്, അതെ. ഇപ്പൊ ഏതായാലും ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ കാര്യം പ്രസിഡന്റ് ആവാൻ സാധ്യത ഉണ്ടായിരുന്ന പേരുകാരിൽ ഒരാളായിരുന്നു. അപ്പൊ ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറി, അഡ്വക്കേറ്റ് സുരേഷ് ഒക്കെ തഴയപ്പെട്ടങ്ങ് പോകും എന്ന് വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ അറ്റിങ്കരയും കൊണ്ടുള്ള ആളാണ്. ഏതായാലും ശോഭാ സുരേന്ദ്രന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എത്ര തന്നെ ചവിട്ടിത്താഴ്ത്തപ്പെട്ടിരുന്നാലും ഒരു നാൾ ശോഭാ സുരേന്ദ്രൻ ഉയർന്നു വരുമെന്ന് ഇവിടെ കേരളത്തിലെ സാധാരണക്കാരായ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അറിയാമായിരുന്നു. ആ സാധാരണക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ആയതുകൊണ്ട് തന്നെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും സി കൃഷ്ണകുമാറിന്റെയും അടങ്ങുന്ന ആ ഗ്രൂപ്പിന്റെ കാലം അവസാനിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്നു.